വള്ളലാർ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾ പെരുംജ്യോതിയിലെ അടുത്ത അകവലിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. നോക്കൂ. ഇഴിയ പെരുനലം എല്ലാം അളിത്തരുളഴിയ ചിൽസഭൈ അരുൾ പെരും ജ്യോതി. അനശ്വരമായ ചിൽസഭയിൽ പ്രകാശിക്കുന്ന അരുൾ പെരും ജ്യോതി. എന്താണ് ഈ അരുൾ പെരും ജ്യോതിയുടെ പ്രത്യേകത? ഇഴിയ പെരുനലം എല്ലാം അളിത്ത് അരുളഴിയ പെരും ജ്യോതി. ഒരിക്കലും നശിക്കാത്ത, അഴിവില്ലാത്ത, എപ്പോഴും നിലനിൽക്കുന്ന, എപ്പോഴും പ്രകാശിക്കുന്ന, എപ്പോഴും ഉജ്ജ്വലമായ ശോഭ നൽകിക്കൊണ്ട് പ്രകാശിക്കുന്ന ദൈവികതയാണ് അരുൾ പെരും ജ്യോതി. അപ്പോൾ ഈശ്വരീയതയാണ് അരുൾ പെരും ജ്യോതി എന്ന് പറയണം. നമ്മിൽ കുടികൊള്ളുന്ന, നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അരുൾ പെരും ജ്യോതി എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ആത്മസൂര്യനാണ്. അപ്പോൾ നമ്മിൽ തന്നെ പ്രകാശിച്ചു നിൽക്കുന്ന ആത്മസൂര്യനാണ് അരുൾ പെരും ജ്യോതി. അപ്പോൾ ആദ്യം നാം നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ഈ ആത്മസൂര്യൻ എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യം ഞാൻ എന്നെ അന്വേഷിച്ചറിയണം. അറിഞ്ഞാൽ പിന്നെ യാതൊരു വിചാരവും ആവശ്യമില്ല. ആയാസമില്ലാതെ താനായി വർത്തിക്കാം. ശരീരമാണ് താൻ എന്ന് കരുതുന്ന അവസ്ഥയിലാണ് ആത്മാവ് കാണാതെ പോകുന്നത് എന്ന നിലയിൽ അതിനെ തേടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആത്മാവ് ഒരിക്കലും കാണാതെ പോകുന്നില്ല. അത് നിത്യസിദ്ധമായി വർത്തിക്കുന്നു. ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മറ്റുള്ളവയെയും ആത്മാവാണ് തെറ്റിദ്ധരിക്കുന്നവരോട് യഥാർത്ഥത്തിൽ ആത്മാവ് എന്താണെന്ന് വിചാരിച്ചറിയാൻ ഉപദേശിക്കേണ്ടിയിരിക്കുന്നു. ജ്ഞാനാവസ്ഥയിൽ വസിക്കുന്ന മഹാത്മാക്കൾ സാധാരണ ജീവന്മാരെ ആ സഹജാവസ്ഥയിലേക്ക്, ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ ശക്തിയുള്ളവരായിരിക്കും. അങ്ങനെയുള്ള മഹത്തുക്കളാണ് മഹാഗുരു എന്ന് പറയുന്നത്. അവരിൽ കൂടി പ്രവർത്തിക്കുന്നത് ഈശ്വര ശക്തി തന്നെയാണ്. അപ്പോൾ ഒരു ഗുരുവിലൂടെയാണ് ഈശ്വര ശക്തി നമുക്ക് പ്രധാനമായിട്ടും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ ഗുരുവിൻ്റെ ആവശ്യകത ഇവിടെ വളരെ വ്യക്തമാണ്. അതായത് നമ്മിലുള്ള ദൈവികത, ഞാൻ ആരാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് പലപ്പോഴും ഒരു ഗുരു ആവശ്യമാണ്, ഒരു വഴികാട്ടി ആവശ്യമാണ്. ഗുരുവിലൂടെ എന്നെ കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നു. അപ്പോൾ രാമലിംഗസ്വാമികൾ എന്ന വള്ളലാർ സ്വാമികൾ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവികതയെ കണ്ടെത്തുക. ആ ദൈവികതയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാകും. ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതായത് ബോധസ്വരൂപമായ ശിവനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാൻ തന്നെയാണ് അറിവ്, ഞാൻ തന്നെയാണ് ബോധം, ഞാൻ തന്നെയാണ് ദൈവികത എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ആ സത്യത്തിൻ്റെ പ്രകാശമായി അരുൾ പെരും ജ്യോതി നമ്മിൽ ഉജ്ജ്വലിച്ചു നിൽക്കുന്നു. അതാണ് പറയുന്നത്. നമ്മിൽ ഈ അരുൾ പെരും ജ്യോതി ഉജ്ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. നാം അതിനെ കണ്ടെത്തുക, അന്വേഷിച്ചറിയുക മാത്രം ചെയ്താൽ മതി. അതായത് താൻ ആരാണെന്ന് തനിക്ക് തന്നെ അനുഭവപ്പെടുത്തി തരുന്ന ഒരു നിമിഷമാണ് ദൈവികത, ശിവോഹം എന്ന അവസ്ഥ. ഈ അവസ്ഥയെക്കുറിച്ചിട്ടാണ് വള്ളലാർ സ്വാമികൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ശരിക്കും അരുൾ പെരും ജ്യോതി എന്ന് പറയുന്നത് എന്താണ്? ഇഴിയാ പെരുനലമെല്ലാം അളിത്ത് അരുളഴിയാ ചിൽസഭ അരുൾ പെരും ജ്യോതി. അപ്പോൾ ഒരിക്കലും നശിക്കാത്ത
അഴിവില്ലാത്ത ഈ ഈശ്വരീയതയാണ് അരുൾ പെരും ജ്യോതി. ഈശ്വരീയത എന്ന് വെച്ചാൽ ബോധമാണ്, അറിവാണ്, ഞാനെന്ന ആത്മസൂര്യനാണ്. ഈ ആത്മസൂര്യനാണ് അരുൾ പെരും ജ്യോതിയായി പ്രകാശിച്ച് നിൽക്കുന്നത് എന്ന് ഇവിടെ വള്ളലാസ്വാമികൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. മഹോപനിഷത്തിൽ ഇത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കതുകൂടി നോക്കാം. ആത്മാവെന്ന് പറയപ്പെടുന്ന ശൂന്യം തന്നെയാണ് പ്രകൃതി. മായ എന്ന് പറയുന്നതും ഇത് തന്നെ. ശിവൻ പുരുഷൻ, ഈശാനൻ ബ്രഹ്മജ്ഞാനം, ഇവയെല്ലാം പരബ്രഹ്മ സംബന്ധിയായ അദ്വൈത ശക്തി തന്നെയാണ്. ദ്വൈതമായി കാണപ്പെടുന്നത് എല്ലാം തന്നെ അദ്വൈതമാണ്. അദ്വൈതത്താൽ പ്രകടമാകുന്ന പദാർത്ഥങ്ങളാൽ വിശ്വസൃഷ്ടിക്കുള്ള മായ പ്രവൃത്തമാകുന്നു. വിശ്വപ്രപഞ്ചാന്തർഗതമായി ആത്മാവസ്ഥിതന്മാരായി സന്തോഷമോ സന്താപമോ കൂടാതെ പരിപൂർണമായ ചിന്മയാവസ്ഥയിൽ ഇരിക്കുന്നവൻ പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ പെടുന്നില്ല. നീ സകല ആശകളും കൈവിട്ട് വാസനാശൂന്യനും രാഗരഹിതനും താപരഹിതനുമായി എല്ലാ സാംസ്കാരിക കർമ്മങ്ങളും ബാഹ്യരൂപത്തിൽ മാത്രം ചെയ്യുക. പുറമേ കോപമുണ്ടായാലും ഉള്ളിലത് പാടില്ല. ബാഹ്യമായ കർത്താവാണെങ്കിലും ആന്തരികമായി അകർത്താവാകണം. ഇങ്ങനെ ശുദ്ധചിത്തനാകുക. എന്തെന്നാൽ ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കരുതുന്നവനും നിത്യപ്രാപ്ത കർമ്മങ്ങൾ ചെയ്യുന്നവനും ഇച്ഛാ അനിച്ഛാ വിമുക്തനും ശോകഹർഷാദിരഹിതനും പ്രിയഭാഷിയും പരങ്കിത ജ്ഞാനിയുമായിരിക്കുന്നവൻ മാത്രം ഈ ലോകത്തിൽ ദുഃഖത്തിന് ഇരയാകുന്നില്ല. അഹങ്കാരം കൈവിട്ട് കളങ്ക കാളിമ കലരാതെ ആകാശം പോലെ അരുൾ പെരും ജ്യോതിയായി നീ നിത്യമായി പ്രകാശിക്കുക. പിന്നീട് അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഏതൊരു ബ്രാഹ്മണൻ ഈ മഹോപനിഷത്തിലെ സത്യം മനസ്സിലാക്കുന്നുവോ അയാൾ അരുൾ പെരും ജ്യോതിയായി നിത്യമായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആത്മജ്യോതി നമ്മിൽ പ്രകാശിക്കണമെങ്കിൽ, ഈ അരുൾ പെരും ജ്യോതി നിത്യമായി നമ്മുടെ ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ നാം ദൈവികത, ആത്മജ്ഞാനം എന്താണ് എന്ന് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ആത്മജ്ഞാനം തന്നെയാണ്, അഥവാ പരാവിദ്യ തന്നെയാണ് ഇവിടെ അരുൾ പെരും ജ്യോതിയായി നിത്യമായി നമ്മിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ശിവോഹം എന്ന അവസ്ഥയാണ് താനും. ഓം ശിവായ നമഃ.